ഓർമ്മ വന്നത് ബ്രഹ്മയുഗ കലിയുഗത്തിന്റെ അപഭ്രംശം. അത് പൊളിച്ച് ബ്രഹ്മയുഗം ഒന്നും പറയാനില്ല. എൻ്റെ മോനെ സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ അങ്ങ് പറയാം, സൂപ്പർ. രാവിലെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. കണ്ട ആ വേവിൽ വന്നിട്ടാണ് ഞാൻ അടിപൊളി പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ ഇതാണ് പടം. നമ്മുടെ പ്രേക്ഷകരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പിടിച്ചിരുത്തി ഇത്ര എൻജോയ് ചെയ്യാൻ മീൻസ് അത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഫാമിലി ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിക്കണമെന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് പിടിച്ചു. ഞാൻ എൻ്റെ അഭിപ്രായം നോക്കിയാൽ പോലെ അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ അഭിപ്രായം നോക്കി ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്ന കോക്ക്, സീക്രട്ട്, ഷസാം, അർജുൻ ഇവരുടെ എല്ലാവരുടെ അഭിപ്രായം നോക്കിയപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആരെങ്കിലും ഒരാളെങ്കിലും തിരിയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സീക്രട്ടിൻ്റെ ഒരു അഭിപ്രായം, അതായത് സിനിമയെ പറ്റിയല്ല, പക്ഷേ ഈ സിനിമ ബേസിസിൽ തിയേറ്ററിൽ നടക്കുന്ന സംഭവങ്ങളിൽ സീക്രട്ട് കുറച്ച് അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഇങ്ങനെ ചിന്തിച്ച് പറഞ്ഞില്ല. ഞാൻ സീക്രട്ടിൻ്റെ റിവ്യൂ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ, അത് ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നി. ഈ പടത്തിനല്ല പറയുന്നത്, തിയേറ്ററിൽ നടക്കുന്ന സംഭവമാണ്. കാരണം ഈ സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നമ്മൾ ശ്രദ്ധയും സൈലൻസും ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്ത് ആ ഒരു രീതിയിൽ കാണേണ്ട, അല്ല കൂക്കുവിളിയും ജയ് വിളിയും വിളിച്ച് കാണേണ്ട ഒരു പടമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഈ പടം കാണേണ്ടത്. അപ്പൊ സീക്രട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിൽ എനിക്ക് ഭയങ്കര യോജിപ്പായിരുന്നു. നമുക്കതൊന്നും കണ്ടു നോക്കാം. ശബ്ദമുള്ള സ്ക്രീനിൽ ഇരുന്ന് കാണണം. കാരണം സൗണ്ടിന് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു കാലങ്കോഴി കൂവുന്നത് വരെ ഈ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ വരെ നിങ്ങൾക്ക് പിടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞുതരാം, തിയേറ്ററിൽ ഇരുന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള സംസാരങ്ങളും കൗണ്ടറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവാം. പ്ലീസ് ദയവേത് അല്ല പറഞ്ഞോട്ടെ, ചെവി പറയാനല്ല. അതും ഇത്രയും ശബ്ദത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയിൽ നിങ്ങൾ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നത്, അത് പോട്ട്. ഇനി ആദ്യം പറഞ്ഞ കേസിക്ക് വരാം. നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വരാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞൊരു ഇയാമ്പാറ്റ കഥ ഉണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ. ആ ഇയാമ്പാറ്റ ആരറിയോ? സിനിമ തുടങ്ങി കഴിഞ്ഞാൽ ഫ്ലാഷ് അടിച്ച് ഇങ്ങനെ വരും. ഓൾറെഡി ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഒരു 5-10 മിനിറ്റ് പിടിക്കും നമ്മളെ കണ്ണിന് ഇതൊന്ന് യൂസ് ടു ആയി വരാം. അപ്പോഴാണ് ഫ്ലാഷ് അടിച്ചത്. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈമിന് ഫിക്സ് ചെയ്തിട്ട് അത് സീക്രട്ട് പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം എടുക്കും ഇതുമായിട്ട് സെറ്റായി വരാൻ. അതിൻ്റെ ഇടയ്ക്ക് ഫ്ലാഷും അടിച്ചിട്ട് വരുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫ്ലാഷും അടിച്ചിട്ട് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ വഴി നോക്കും, അതുപോലെ മുഖത്തടിച്ച് പിടിച്ച് സീറ്റ് നമ്പർ നോക്കും. ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ബാക്കി ഇരിക്കുന്നവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അറ്റ്ലീസ്റ്റ് അല്ലാത്ത സാധാ കളർ മൂവിക്ക് വരുമ്പോൾ കൂടി എനിക്ക് പേഴ്സണലി ഇറിറ്റേഷനാണ് ഈ ഫ്ലാഷും അടിച്ച് പിടിച്ച് പിന്നെ എണീറ്റ് നടക്കുവാടായി കൂടി. ഇതൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇറിറ്റേഷനാണ്. ആ ഒരു ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയിലും കൂടി ഫ്ലാഷ് അടിച്ച് ഇടയ്ക്ക് കയറി വരുമ്പോൾ നമുക്ക് ആ ഒരു എന്തോ ഒരു കണക്ഷൻ നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഈ സീക്രട്ട് പറഞ്ഞ സംഭവം ഞാനത് അനുഭവിച്ചതാണ്. തിയേറ്ററിൽ ഇരുന്നപ്പോൾ എനിക്ക് ആ ഒരു സംഭവം എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് ഷസാം പറയുന്ന കുറച്ചൊന്ന് കേട്ട് നോക്കാം. വാച്ച് പടം നമ്മളെ ഇത് 17th സെഞ്ച്വറിയിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ കൊണ്ടുവന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. ഈ പണ്ട് കാലത്ത് നമ്മളെ നമ്മളെ ഈ പേടിപ്പിക്കാനായിട്ട് കുറേ ഒരു കഥ പറയൂലേ, എടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അവിടെ അങ്ങനെ ഒരു സാധനമുണ്ട്, അവിടെ അമ്മോ, അങ്ങനെയൊക്കെ ഒരു ബിൽഡപ്പൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ കണ്ണൊക്കെ തള്ളി പേടിച്ച് പറിച്ചിരുന്നതാണ്. ആ കുട്ടിക്കാലത്തിലോട്ട് എന്നെ കൊണ്ടുപോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടീം എഫേർട്ടാണ് ഈ സിനിമ. അതിൽ ഡയറക്ടറുണ്ട്, അതിൽ പെർഫോമേഴ്സുണ്ട്. പെർഫോമൻസ് ബൈ അർജുൻ അശോകൻ. തർപ്പരുതനൊക്കെ എൻ്റെ ദൈവമേ, എൻ്റെ കൂടെ കാത്തു വരാ രാക്ഷസി പാടി നടന്ന മനുഷ്യനാണ് ഈ സിനിമയിൽ അർമാദിച്ചിട്ട് പോയത്. അതായത് ഇത്ര കാഷ്വലായിട്ട് എങ്ങനെയാണ് അഭിനയിക്കുന്നത്. ഇങ്ങനെ സത്യം സിദ്ധാർത്ഥൊക്കെ ഒരു രക്ഷയില്ലാതെ പൊളിച്ച് അടുക്കി കളഞ്ഞു പടം. കാരണം മറ്റേ രാക്ഷസിയും പാടി നടന്നതാണ് സത്യം. ഇപ്പോൾ വന്നിട്ട് വേറെ ലെവൽ അഭിനയ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ പോണ്ടേ എന്നുള്ളൊരു ഡബിൾ മൈൻഡിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെക്കൂ, പോയി കാണും. ഒരു ഹൊറർ മൂവിയാണ്, പോയി കണ്ടേ പറ്റൂ. ആ ലെവൽ സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെയാണ്. കാരണം ഇനിയുള്ള കാലത്ത് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊന്നും തിയേറ്ററിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ തന്നെയാണ് ഈ പടം. ഓക്കെ, അതിലിനിയിപ്പോൾ വേറെ ഒന്നും മാറ്റമില്ല. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ തന്നെയാണ് ഈ പടം. നമുക്ക് നമ്മുടെ അർജുൻ പറയുന്ന കുറച്ച് കാര്യം കൂടി ഉണ്ട്, കേട്ടോക്കുക. വലിയ സ്ക്രീനിൽ കാണും. സോ ആ ഒരു എക്സ്പീരിയൻസിനും കൂടി വേണ്ടിയാണ് ഞാൻ പോയത്. അതുകൊണ്ടാണ് എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സ്ലോ പേസ്ഡ് ആണ്. ഒരു ഫാമിലി എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് ഇനി കണ്ടറിയണം.
ഫോർ മീ ഇറ്റ് വാസ് എ വിഷ്വൽ ട്രീറ്റ് ആൻഡ് ബിജിഎമ്മിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് എന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇൻട്രോയൊക്കെ എഴുതി കാണിക്കുമ്പം ഒരു സാധനം വരുന്നുണ്ട്, പിന്നെ മമ്മൂട്ടിയുടെ ചിരിയിരിക്കുമ്പോഴുള്ള സാധനം, അതൊക്കെ നമുക്ക് ഗൂസ് ബംസ് ഗ്യാരണ്ടീഡ് ആണ്. അതുപോലെ കാരണം ഇതൊക്കെ ആവശ്യമാണ് ഈ ഒരു സിനിമക്ക്. ആ മേഖലയിലൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം റിയലി ഗ്ലാഡ് ഐ വാച്ച് ദ മൂവി. ആൻഡ് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് അർജുൻ. എല്ലാവരും ഇന്ന് ഞാൻ നോക്കിയപ്പോൾ സിനിമ റിവ്യൂ പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവരും നല്ല റിവ്യൂസാണ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും നല്ല പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടും പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ചിലപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയും. പക്ഷേ ഫാമിലി ആയിട്ടും പോയി കാണണം. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇനി നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെ ഒരു പടം കൊണ്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്നത്തെ കാലത്ത് ഉള്ള തലമുറയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ പോയി കാണുക എന്ന് തന്നെയാണ് എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ അർജുൻ അശോകൻ്റെ ഒക്കെ കാര്യം പറയാതിരിക്കാൻ വേട്ടാ, തിമിർത്ത് അശോകൻ നമ്മുടെ ഇപ്പോൾ അർജുൻ അശോകൻ്റെ ഡാഡി ഉണ്ടല്ലോ ഹരിശ്രീ അശോകൻ, അങ്ങേര് വേറൊരു ലെവലായിരുന്നു, കോമഡി ലെവലിൽ വേറൊരു ലെവലായിരുന്നു. പക്ഷെ മോയ് വേറെ ലെവല് അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അത് വേറെ ലെവലായിട്ട് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സിദ്ധാർത്ഥും കലക്കി കളഞ്ഞു. മൊത്തത്തിൽ അവിടെ ഈ പടത്തിൽ ആരെയും കുറ്റം പറയാനില്ല. പിന്നെ നമ്മുടെ ഓൺ ആൻഡ് ഓളി മമ്മൂക്ക ലെജൻഡ് ഉണ്ടേ. ഒരു എന്തോന്ന് പറയാം, ഇങ്ങനെ അഭിനയിച്ച് തകർത്ത് കളയുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ സത്യം സീരിയസ്ലി വിചാരിച്ചില്ല. ഇത് മമ്മൂക്കയെ കൊണ്ടേ പറ്റത്തുള്ളൂ കേട്ടോ. വേറെ ആർക്കെങ്കിലും ഈ ഒരു ക്യാരക്ടറൊന്നും കൊണ്ടു കൊടുത്താൽ എനിക്ക് തോന്നുന്നില്ല വേറെ ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേറെ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഐറ്റമായിരുന്നു മമ്മൂക്ക കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അങ്ങേര് ഒരു ചിരിയൊക്കെ ഉണ്ട്. കോക്ക് ഫസ്റ്റ് കാണിച്ചില്ലേ, ആ സാധനം ഞാൻ ഒന്നുകൂടി കാണിക്കാണ്ട. കോക്ക് കാണിച്ചത് അതെനിക്ക് ഏറ്റവും ചിരി വന്ന കോക്കിന്റെ റിവ്യൂവില്ല ലാസ്റ്റ് കാണിച്ചതാണ്. അത് നമുക്ക് ഒന്നുകൂടി കാണാം. ഓർമ്മ വന്നത് ഇത് ബ്രഹ്മയുഗ കലിയുഗത്തിന്റെ അപഭ്രംശം. ഈ സാധനം മമ്മൂക്ക കാണിക്കേട്ടാ, എൻ്റെ മോനെ നമുക്കതാ ഇങ്ങനെ പറക്കും, ഗൂസ് ബംസ് അടിച്ച് കയറും. അത് വേറെ ലെവലായിട്ടും തന്നെയാണ് മമ്മൂക്ക ആ പെർഫോമൻസിലൊക്കെ. മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹൊറർ മൂവിയാണ്. ഫാമിലി ആയിട്ടും പോയി കാണാം, നമുക്ക് ഫ്രണ്ട്സുമായിട്ടും പോയി കാണാം, ഒറ്റയ്ക്ക് പോയിരുന്ന് കാണണം. അത് വേറൊരു വൈബായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ മസ്റ്റായിട്ട് നിങ്ങൾ സൈലൻസ് കീപ്പ് ചെയ്യണം. ഈ ഫ്ലാഷ് അടിച്ചുകൊണ്ട് നടക്കുക, ഇമാതിരി പരിപാടികളൊന്നും കാണിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് എന്തിനാ ശല്യം ആവുന്നത്. പിന്നെ ഈ പടം കാണണമെന്നുണ്ട് ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ ഒന്നുകിൽ ആദ്യമേ വന്ന് കയറി ഇരിക്കുക, നേരത്തെ എങ്ങനെയെങ്കിലും സമയത്തിന് വന്ന് തിയേറ്ററിൽ കയറി ഇരിക്കുക. പിന്നെ കിടന്ന് അലമ്പുണ്ടാക്കാതെ ഈ ഫ്ലാഷ് അടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി ചെയ്യാതെ നേരത്തെ വന്ന് തിയേറ്ററിൽ സെറ്റ് ആവുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച്, കാരണം അങ്ങനത്തെ ഒരു വൈബിലിരുന്ന് കാണേണ്ടതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടി ആയതുകൊണ്ട്. അതുകൊണ്ട് നേരത്തെ വന്ന് സെറ്റ് ചെയ്തിരുന്നിട്ട് വേണം കാണാൻ. അല്ല ആ നാട്ടുകാരെ ചുമ്മാ ബാക്കിയുള്ളവരെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ കാണുക, എൻജോയ് ചെയ്യുക. അടിപൊളി പടം, മോസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.